ഹായ് ഹലോ, ഒരു കുടുംബ സംഗമത്തിൻ്റെ ലോങ് വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കുറേയൊക്കെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പൂവാർ എന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. അവിടെ ഗോഗോ ഒരു ഐലൻഡ് റിസോർട്ടിലേക്കാണ്. ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹമീദ് ഉച്ചപ്പടെ വീട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു. എല്ലാവരും ബോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ടോണ്ട് ഒരു 3-4 ട്രിപ്പായിട്ടാണ് ബോട്ടൊക്കെ പോയത്. ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞു മോളെ ഇപ്പോൾ കാണിച്ചത്. നമ്മൾ ഓരോരോ ബാച്ചായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കടവിൽ ഇരുന്ന് തമാശകൾ പറയുന്ന ആളുകൾ, പിന്നെ ഇവർക്ക് ഒരു വീൽ ചെയറും അസിസ്റ്റൻറ്റിനും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത് കണ്ടോ, കുറച്ച് പേര് അവിടെ വെയിറ്റ് ചെയ്യാണ്. വേറെ കുറച്ച് പേര് സ്കൂൾ ബാഗായിട്ടൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിരിക്കുന്നതാണ്. കുറേ കുഞ്ഞു മക്കളുണ്ട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കുടുംബമാകുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ, ഇങ്ങനെ പല ഏജ് ഗ്രൂപ്പിൽ. ഇങ്ങനൊരു ഇത് അടുത്ത ബാച്ചാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. ഓരോ ബാച്ച് സ്ഥലത്തെത്തിയിട്ട് അടുത്ത ബാച്ച് കയറുന്നു, അവരെത്തുന്നു, അങ്ങനെയൊക്കെയാണ്. ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു 1/2 hour വെയിറ്റിംഗ് വന്നായിരുന്നു. കാരണം ഓരോ ബാച്ചും പോയി വരാൻ. പിന്നെ അധികം നേരമൊന്നും ഇല്ല, ഒരു ഹാർഡ്ലി 5 minutes ഒക്കെ ആ ബോട്ടിൽ ഇരിക്കേണ്ട കാര്യമുള്ളൂ. 5 minutes ഇല്ല എന്ന് വേണം പറയാൻ. ജസ്റ്റ് ആ ഒരു വളവ് തിരിഞ്ഞാൽ വെള്ളത്തിലൂടെയാണ് ആ വളവെന്നുള്ളത് കൊണ്ട് നമുക്ക് ബോട്ടിൽ കയറണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്ത് കയറ്റുവാണ്. അപ്പോൾ ഓരോ ഇത് പോയി കഴിഞ്ഞാൽ ഇനി അടുത്തതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും. ഒരു സമയം 10 പേര് ഒക്കെ പോവാം. ഓക്കെ, എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു. ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ കണ്ട താറാക്കുട്ടികളെയാണ്. ഇപ്പോൾ ഇങ്ങനൊരു വഴിയും കൂടി കടന്നു പോയിട്ടാണ് നമ്മൾ ഗോഗോ ഐലൻഡിലേക്ക് എത്തുന്നത്. ഇതാണ് അവരുടെ അറ്റ്മോസ്ഫിയർ. അത്യാവശ്യം പെർ ഹെഡ് 1250 എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു പൂളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് വെൽക്കം ഡ്രിങ്കാണ് തരുന്നത്. സാധാരണ ഒരു ഡ്രിങ്കാണ്. അത് കുടിച്ചതിന് ശേഷം എല്ലാവരും റിഫ്രഷ്മെൻറ്റ് ഏരിയയിൽ പോയിട്ട് ചേഞ്ച് ചെയ്യണവർക്ക് അപ്പം തന്നെ ചേഞ്ച് ചെയ്യാം. ഇല്ല പൂളിൽ പോകണം പിന്നെ പോകണം എന്നുള്ളവർക്ക് അപ്പം ചേഞ്ച് ചെയ്യണം എന്നില്ല, റൈഡിലൊക്കെ കയറിയിട്ട് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു കുടുംബയോഗമായതുകൊണ്ട് നമുക്കവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഹോൾ പോലൊരു ഏരിയ തന്നിരുന്നു. അപ്പോൾ എല്ലാവരെയും അവിടെ അടക്കി ഒതുക്കി ഇരുത്തുക എന്ന് പറയുന്നത് നടക്കുന്ന സംഭവമല്ല. കാരണം 5 വയസ്സിനും 10 വയസ്സിനും താഴെ ഒത്തിരി കുട്ടികളുള്ളത് കൊണ്ട് എല്ലാവരുടെ അടുത്തും നിശബ്ദത പാലിക്കാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ അലങ്കരിച്ച് വെച്ചിരുന്ന ബലൂണെല്ലാം ഈ കുഞ്ഞുങ്ങൾ വലിച്ച് എടുത്തു. ഓരോരുത്തരായിട്ട് സംസാരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മക്കളായിട്ട് മരുമക്കളായിട്ടും ഒക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും സംസാരിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളും കൂടെ ഒബ്വിയസ്ലി ഉണ്ടായിരിക്കുമല്ലോ. അതിന് മുമ്പായിട്ട് എല്ലാവരും ഇതിനെപ്പറ്റിയും അല്ലാതെ കുറച്ച് ജനറലായിട്ടുള്ള അവരവരുടെ ഓർമ്മകളും കുറച്ച് കോമഡിയും അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി അത് ചില വീഡിയോസ് ഞാൻ എടുത്തതല്ല, അതാണ് ഇത്ര ലോങ് ആയിട്ട് വരുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോസാണ് എടുക്കുന്നത്. മൈക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് മൈക്ക് ശരിയാക്കി കൊടുക്കുക. ഹമീദ് ചാപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മൈക്ക് ഔട്ട് ഓഫ് കണക്ഷനായി മാറിയത്. അതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ശല്യപ്പെടുത്തുന്നുണ്ട്. കുറേ കുട്ടികൾ വെറുതെ ബലൂണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട്. ഇനി ഹമീദ് ചാപ്പയെക്കുറിച്ച് എപ്പോഴും പറയുമ്പോഴും മൈക്ക് കേടായി പോകുന്നത് അസ്വാഭാവികമായി എന്തോ ഒരു സംഭവമാണ്. ഓക്കെ, ഓരോരോ കുട്ടികളായി ഇരുന്ന് ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. ഇതിപ്പോൾ കാണിക്കുന്നത് റിഹാദക്കായാണ്. അടുത്ത റിഹാദക്കല്ല സംസാരിക്കാൻ ആണെന്ന് തോന്നുന്നു. പക്ഷെ ലാസ്റ്റ് അവനി ഒന്നുകൂടി ആശംസാ പ്രസംഗവും കൂടി ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ എന്താ ആ ഒരു തമാശകൾ, അതൊക്കെ നമ്മുടേതായ തമാശകൾ നമ്മുടേതായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ വോയിസൊക്കെ അത്യാവശ്യം ബഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇറ്റ് വാസ് എ ലോങ് തിങ്. അടുത്ത് ഫസലിക്കാക്ക് മൈക്ക് കൊടുക്കുന്ന നേരം ഫസലിക്ക വേണ്ട എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിനിടയ്ക്ക് ഓടിപ്പോയി റിഷാത്ത തിരിച്ച് കയറി വന്നിരിക്കുകയാണ്. കുഞ്ഞ് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ തോന്നുന്നു പുള്ളിക്കാരി പിടിക്കാൻ പോയത്, പക്ഷേ ആക്ച്വലി കുഞ്ഞ് പോയിട്ടില്ലായിരുന്നു. ഇനി അടുത്തത് റിയാസിക്കാക്ക് ലാസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ബഹളം വെച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികൾക്ക് എന്ത് സന്തോഷമായിരിക്കും. അവർക്ക് ബലൂൺ എടുക്കുക, ബഹളം വയ്ക്കുക, ഇതൊന്നും കേട്ട് വിഷമിക്കണ്ടല്ലോ. ഇവർ കുറച്ച് എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. കാരണം ഇതത്രയും പെട്ടെന്ന് തീർത്തിട്ട് വേണം അവർക്ക് താഴെ കളിക്കാനൊക്കെ പോകാനായിട്ട്. അതുകൊണ്ട് ബലൂണൊക്കെ എടുത്ത് അവിടെ നെഞ്ചത്തടിക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് ആദരിക്കൽ ചടങ്ങാണ്. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിന്
ഏറ്റവും ചെറിയ അംഗം ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഈ ഷോള് ഇട്ട് കൊടുക്കാനായിട്ട് വേറെ ഈ ഏറ്റവും ചെറിയ അംഗമാണ് കയ്യിലിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു ധാരണയൊന്നും ഇല്ല, എന്നാലും ഷോളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് അവർ. ഇപ്പോൾ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് നടക്കുന്നില്ല. ഓക്കെ, ഒത്തിരി പേര് ഫോട്ടോ എടുക്കാനൊക്കെയാണ്. ഈ ബാക്കിൽ കാണുന്ന ബാനറാണ് കുടുംബസംഗമത്തിൻ്റെത്. ഓക്കെ, എല്ലാത്തിനും കുഞ്ഞുങ്ങൾ അല്ലാതെയും ചാടുന്നുണ്ട്, പിന്നെ ഇതിന് വേണ്ടി പ്രത്യേകം ചാടുന്നുണ്ട് അവർ. ഇനി അടുത്ത ഗിഫ്റ്റ് കൊടുക്കലാണ്. അപ്പോൾ കൊച്ച് അംഗത്തിന്, ഏറ്റവും ചെറിയ അംഗത്തിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സന്തോഷത്തോടു കൂടി ആ മോള് അത് വാങ്ങാനൊക്കെ നന്നായിട്ട് അറിയാം കുഞ്ഞിന്. ഇനി അത് തുറന്നു നോക്കുകയാണ്. ഓക്കെ, തുറന്നു നോക്കുന്നത് ഇതിൽ ഇൻക്ലൂഡൊന്നും ചെയ്തിട്ടില്ല. അവൾ വീട്ടിൽ ചെന്നായിരിക്കും തുറന്നത്, എനിക്കറിയത്തില്ല. ഓക്കെ, അതിനേക്കാളും ബലൂൺ കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് ബലൂൺ ആരൊക്കെ കൊടുക്കുന്നുണ്ട്, കിട്ടി, അതും കിട്ടി. ഓക്കെ, ഇനി അവസാനം ഒരു പ്രെയറൊക്കെ ഉണ്ടായിരുന്നു. പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ആൾ ആശംസാ പ്രസംഗങ്ങളിലും പറയുന്നുണ്ട്. അടുത്ത പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഓരോരുത്തരെ ഇൻഡിവിജ്വൽ പിക്ചേഴ്സൊക്കെ എടുക്കുന്നുണ്ട് ചില ആൾക്കാർ, ഇങ്ങനെ രണ്ടുപേര്. ഇനിയും ഓക്കെ, ഞാൻ ഇത് കുറച്ച് ഗ്ലിംസസ് കാണിച്ചെന്നേ ഉള്ളൂ. അവാർഡ് കിട്ടിയ ആളുടെ പ്രസംഗം, അതിനെല്ലാം ശേഷം കുടുംബ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ആൾക്കാർ നിർത്തുക, ഓരോരുത്തരെ അറേഞ്ച് ചെയ്യുക, അതൊക്കെയാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇനി ലാസ്റ്റ് ഒരു സ്പീച്ചോട് കൂടി നമ്മുടെ ഈ കലാപരിപാടി, ഇവിടുത്തെ അത് ഹാളിലുള്ള കലാപരിപാടികളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫാമിലി. ഓക്കെ, യോ എല്ലാവരും ബൈയോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ പടം. ഇൻഡിവിജ്വൽ പിക്സ് ഓരോ ഫാമിലിയെ എടുക്കുവാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. അത്യാവശ്യം ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഈ കറങ്ങുന്ന സാധനം ഇവരുടെ ഹൈലൈറ്റാണ്. ഇത് ലാസ്റ്റ് ഇങ്ങനെ തൂക്കിയിടും കുറച്ച് നേരം, അതിന് ശേഷമാണ് ഇവർ അഴിച്ചു വിടുന്നത്. പിന്നെ അധികം പേടിയുള്ളവർക്കെല്ലാം പോകാൻ പറ്റിയൊരു സൈക്കിളുണ്ട്. ഇത് ആർക്കുമാണോ പോകാൻ പറ്റുന്നൊരു സൈക്കിളാണ്, വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങറ്റം ചെന്നിട്ട് നമ്മളതിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ തന്നെ ഈ സൈക്കിളിനെ തിരിച്ചുകൊണ്ട് ഇത്രയിടം വരെ എത്തിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇറങ്ങാൻ പോലും പറ്റാതൊക്കെ ഞാൻ ഇറങ്ങുന്നത്. ഓക്കെ, സംഭവം ഇറങ്ങി. ഓക്കെ, കണ്ടോ, ഇതുപോലെ നമ്മൾ തിരിച്ചു കൊണ്ടെത്തിക്കണം. ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു ബോളുണ്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ഓക്കെ, പല പല ആക്ടിവിറ്റീസ് ഓരോരുത്തർ ചെയ്യുന്നത്. ഞാൻ ജമ്പിളപ്പ് ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു മാമിയാണ്. ഐ തിങ്ക് ഈ ഒരു ഗെയിം മാത്രമേ പുള്ളിക്കാരി ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഇനി അടുത്ത് ഫിഷ് സ്പാ ഉണ്ടായിരുന്നു. കുറച്ച് പേര് അതിന് പോകുന്നുണ്ട്, കുറച്ച് പേര് കാലൊക്കെ ഇക്കിളാകുന്നു പറഞ്ഞാൽ അതിനൊന്നും കയറിയിട്ടില്ല. ഇങ്ങനൊരു ബാൻഡ് കിട്ടിയായിരുന്നു കുട്ടികൾക്ക്. ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ ഈ ഒരു 50 kg അണ്ടറിൽ കയറുവാണ്. നമ്മൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ 4-5 സ്റ്റേജസ് ഉണ്ട്. ഇതുപോലെ ഓരോരോ സ്റ്റേജിലും ഇങ്ങനെ നമ്മൾ ചാടി പോകണം. നമ്മുടെ ബോഡി വെയ്റ്റ് എത്രത്തോളം കൂടുതലാണോ അതിനനുസരിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് സൈക്കിൾ 4 years ആയിട്ട് കൂടും എന്നൊക്കെയാണ് അവർ പറയുന്നത്. കണ്ടോ, കുറേ കുട്ടികൾ മാറിയും തിരിഞ്ഞുമൊക്കെ ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം ഒരാൾക്കാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് വേണം അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാനായിട്ട്. കുട്ടികൾക്ക് ഇത് പിന്നെയും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരു 25+ ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ബിക്കോസ് ഇത് കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് ഇതിൽ 4 steps 5 steps ഉണ്ട്. അതൊരു റൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും വരും. ലാസ്റ്റ് ഉള്ള കുട്ടിയാണ്. ഇവന്മാരൊക്കെ നല്ല ഈസി ആയിട്ടൊക്കെ ചെയ്ത് ഫാസ്റ്റിനൊക്കെ പോയി. ഞാൻ കയറുമ്പോൾ എടുത്തുള്ള വീഡിയോ ഒന്നുമില്ല. കുറച്ച് പേര് താഴെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ മോളാണ് ഏറ്റവും കൂടുതൽ തവണ ഈ സാധനത്തിൽ കയറിയത്. എനിക്കിതിൻ്റെ ഒന്നും നെയിം അറിയില്ല. ഓക്കെ, ജമ്പിങ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇത് അണ്ടർ 50 kg അല്ലെങ്കിൽ 50 or maybe 60, അണ്ടർ 60-65 ഇതിൽ കയറാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞ് ഇതിൽ കയറിയതിന് കയ്യും കണക്കും ഇല്ല. മോളൊരു 5-6 തവണെങ്കിലും കയറിയിട്ടുണ്ടായിരിക്കും. എന്തായാലും കയറി അവളതിൽ എക്സ്പേർട്ടായിട്ടുണ്ട്. ഒരു ചാട്ടം തന്നെയാണ്. അവളുടെ കാല് തറയിൽ മുട്ടുന്ന പോലും ഇല്ല, എന്നിട്ടും എല്ലാത്തിലും കയറുകയാണ്. ഈ നേരത്തെ കറങ്ങാൻ ആടിയവർക്ക് അത് ഹരം പിടിച്ചിട്ട് അവർ അടുത്ത റൗണ്ടും കൂടെ കയറുകയാണ്. പിന്നെ ഇങ്ങനെ തൂക്കിയിടും കുറേ നേരം. അതാണ്
നല്ല സ്പീഡിലായിരുന്നു ഇത് പൊക്കോണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ തല ഫുള്ളായിട്ട് കറങ്ങുന്നുണ്ടാവും. ഇതിന് ഇത്ര വലിയ ഹൈപ്പ് ഡയലോഗും വേണ്ടാന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ അത് കയറുന്ന ഒരു സുഖമായിരുന്നു. ഇനി അടുത്ത റോജൊക്കെ ഒരു സൈക്കിളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഏറ്റവും ഈ മൊത്തത്തിൽ ഈ ഒരു അമ്യൂസ്മെൻ്റ് അല്ല, ലൈക്ക് ഇങ്ങനൊരു പാർക്കിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള ഒരു റൈഡാണ് ഈ റൈഡ്. അതിലാണ് കയറിയിരിക്കുന്നത്. ഇനി കുഞ്ഞു മക്കൾക്കൊക്കെ ചാടിക്കളിക്കാനായിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ചിനെ കുറിച്ച് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും പറയാനില്ല. ഒരു നോർമൽ ലഞ്ച് അത്രേ ഉള്ളൂ. ബഫേ ആയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഐറ്റംസ് ഒക്കെ ഉണ്ട് കാര്യമായിട്ട്, പക്ഷേ ഫിഷിന് വലിയ രുചി ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്രയും ഒക്കെ ഫുഡ് നമുക്ക് വേണമല്ലോ ഇത്രയും ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആരായാലും കഴിച്ചോളും, കുഴപ്പമില്ല. ചിക്കനും ഫിഷും തന്നെയായിരുന്നു മെയിനും. അത് ഗോബി മഞ്ചൂരിയനാണ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ കുറച്ച് സ്വീറ്റ് ഐറ്റംസും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പിന്നെയും കുറച്ച് ആക്ടിവിറ്റീസിലേക്ക് പോകണം. ഈ ബുള്ളിനെ നമ്മൾ പിടിച്ച് തന്നെ ഇരിക്കണം, ഇതിൽ നിന്ന് ഒരിക്കലും വീഴാണ്ട് പിടിക്കണം. ഏറ്റവും കൂടുതൽ പിടിച്ച് നിന്നത് ആദിലാണ്. ഇവൻ കുറേ നേരം പിടിച്ച് നിന്നായിരുന്നു. പക്ഷേ ഇത് മാനുവൽ കൺട്രോളാണ്. അവിടെ വെളിയിലുള്ള ഒരാളെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അയാൾക്ക് മാക്സിമം നമ്മൾ എത്ര ലാസ്റ്റ് വരെ ഇയാൾ കറക്കും പിടിച്ചിരുത്താനായിട്ട്. പക്ഷേ റോജാക്കൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല, ഒരു കറക്കം. പിന്നെ അത് കഴിഞ്ഞ് ഒറ്റത്തട്ട്, ആ ഒറ്റത്തട്ടിൽ തന്നെ പുള്ളി ഇതാ വീണ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലൊന്നും കളിക്കേണ്ടി വന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങളെയൊന്നും ഇവരധികം ബുദ്ധിമുട്ടിക്കത്തില്ല. ഇനി പൂൾ ടൈമാണ്. പൂളിൽ മുതിർന്ന ആൾക്കാരുടെ കൂടെയും അല്ലാണ്ടും ചെറിയ കുഞ്ഞുങ്ങൾ ഇറങ്ങി, ചിലരിറങ്ങിയില്ല, ഒക്കെ കുറച്ച് ഫൺ ഗെയിംസൊക്കെ കളിച്ചു. ഇനി പൂളിന് ശേഷം വീണ്ടും ചിലർ ഓരോരോ ഇതുപോലത്തുള്ള ഓരോ ഗെയിംസിൽ കളിച്ചു. കുഞ്ഞുങ്ങളുടെ ഗെയിംസാണ് ഇതൊക്കെ. ഇങ്ങനെ ഇതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊടുക്കണം. പിന്നെ ഇതിൽ ഒരു ഫണ്ണി ആൻഡ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളതായിട്ട് തോന്നിയത് ഈ ക്ലൈംബിങ് ആയിരുന്നു. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഞങ്ങൾ. ഓക്കെ, ഒരു റെയിൻ ഡാൻസിലോട് കൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. നല്ലൊരു ഡാൻസ് ആയിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ഉണ്ട്. ഞാൻ അത് കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കോമഡി ഫുൾ എഫക്റ്റിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ വാട്ടർ കുറച്ചുകൂടി നല്ലതായിരുന്നു. പൂളിലെ വാട്ടറിനേക്കാളും ഈ വാട്ടറായിരുന്നു നല്ലത്. സോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.